വെൽക്കം ടു മൈ നോട്ട് സോ ഐസ്തെറ്റിക് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പോർക്ക് റോസ്റ്റ്. എൻ്റെ വീട്ടിൽ വളരെ റെയർ ആയിട്ടാണ് പോർക്ക് വാങ്ങുന്നത്, അതുകൊണ്ട് ഇത് സ്പെഷ്യലാണ്. പിന്നെ ബാക്കി കുക്കിംഗ് വീഡിയോസിലൊക്കെ ഉള്ള പോലെ വെള്ള സാരിയും ഹെയറും മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹമെങ്കിലും നമ്മുടെ സെറ്റപ്പിന് തൽക്കാലം നമുക്ക് ഇത് മതി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാം. ഇതിനെ ഇംഗ്ലീഷുകാർ ബ്ലാഞ്ചിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ ഉള്ളി അരിയുമ്പോഴുള്ള വൈകാരിക നിമിഷം നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മീറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം അതിൽ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നമ്മുടെ പോർക്ക് മാത്രം ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ ബ്ലാഞ്ചിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ മീറ്റത്തെ എക്സസ് ഓയിലൊക്കെ കളയാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതിനുശേഷം നമ്മുടെ പോർക്കിൽ മസാലയൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഓൾറെഡി മീറ്റത്തെ വെള്ളമൊക്കെ നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഗ്യാപ്പിൽ അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ടൊരു പാൻ എടുക്കുക, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിൽ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സവോള അല്ലെങ്കിൽ വലിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് വരണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പോർക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ച വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്, കാരണം കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. പിന്നെ പെരിഞ്ജീരകപ്പൊടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നമ്മുടെ പോർക്കിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാമെന്നല്ല, പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇത് വായിൽ വെക്കാം കൊള്ളാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കഴിച്ചും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ.